നമസ്കാരം. മതരാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ട് മുസ്ലിം ലീഗിന് അപകടമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ട്രഷറർ ഉമർ ഫൈസി മുക്കം മലപ്പുറം അരീക്കോട്ടെ കാവന്നൂരിൽ SKSSF ആദർശ സമ്മേളനത്തിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ് അനുകൂലികൾ സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് ലീഡ് ജമാഅത്തെ ബന്ധത്തിനെതിരെയുള്ള പരാമർശം. ഹൈദരലി തങ്ങളുടെ കാലത്ത് ജമാഅത്തെ ബന്ധം അപകടമെന്ന് അംഗീകരിച്ചിരുന്നതും ഉമർ ഫൈസി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പ്രധാന ചർച്ചയായ ഒന്നായിരുന്നു കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്ന വാർത്തയും തുടർന്നിറങ്ങിയ വാർത്താക്കുറിപ്പും. മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നവ്ദി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതും എല്ലാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറി എന്നും പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന മട്ടിലും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറയുന്നു. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ ഒരു സ്പെഷ്യൽ യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. യോഗ തീരുമാനങ്ങൾ ജിഫ്രി തങ്ങൾ നേരിട്ട് അറിയിച്ചതുമാണ്. ചില മീഡിയകൾ തെറ്റായി കൊടുത്ത വാർത്തകളിൽ ആരും വഞ്ചിതരാകരുത്. ഇതാണ് സമസ്തയുടെ പേരിൽ വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം ജിഫ്രി തങ്ങൾ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നവ്ദി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി. ഉമർ ഫൈസി തന്നെ കുറിച്ച് കള്ളൻ പ്രയോഗം നടത്തി. അത് കേട്ടിട്ടാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതെന്നായിരുന്നു ബഹാവുദ്ദീൻ നവ്ദി വ്യക്തമാക്കിയത്. അതായത് ആലുക്കുട്ടി മുസ്ലിയാരുടെ പേരിലുള്ള വാർത്താക്കുറിപ്പിലും ബഹാവുദ്ദീൻ നവ്ദി പറയുന്നതും രണ്ടു തരത്തിലുള്ള കാര്യങ്ങളാണ്. നേരത്തെ എതിർദിശയിലുള്ള കാര്യങ്ങളാണെന്ന് അർത്ഥം. അതിനിടെ ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ സമസ്ത മുഷവറയിൽ ഉണ്ടായ കാര്യങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിഷമിപ്പിച്ചു എന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്തകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്.